വീർ ദാമോദർ സവർക്കർ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര സേനാനികളിൽ ബ്രിട്ടീഷ് രാജ്യത്ത് പോയി പടപൊരുതിയ ഒരേ ഒരു നേതാവ്. അദ്ദേഹം പടപൊരുതിയത് ബ്രിട്ടീഷ് രാജ്യത്തായിരുന്നു. അവിടെ ഉണ്ടായ ഒരു കലാപത്തിൽ അവിടെ ഒരു പോലീസ് ഓഫീസർ മറ്റും മരിക്കുകയും അതിൻ്റെ പേരിൽ അദ്ദേഹത്തെ പിടിച്ച് ഇന്ത്യയിൽ കൊണ്ടുവന്ന് ബ്രിട്ടീഷ് വിസ്തരിച്ച് 50 കൊല്ലം ജയിൽ ശിക്ഷ വിധിക്കുകയും ആൻഡമാൻ നിക്കോബാർ ദ്വീപിലേക്ക് ആ സെല്ലുലാർ ജയിലിലേക്ക് പറഞ്ഞു വിടുകയുമാണ് ചെയ്തത്. ഈ ആൻഡമാൻ നിക്കോബാർ ജയിൽ എന്ന് പറഞ്ഞാൽ സെല്ലുലാർ ജയിലാണ്. സെല്ലുലാർ ജയിൽ എന്ന് പറഞ്ഞാൽ 4.5 അടി വീതി 2.5 അടി നീളവുമുള്ള ചെറിയ ഒരു സ്പേസ്, ഒരു മനുഷ്യൻ്റെ നീളത്തിൻ്റെ അത്ര മാത്രം വീതിയുള്ള 4.5 അടി മാത്രം ആ ഇരുട്ടുമുറി. അതിൻ്റെ 9 അടി ഉയരത്തിൽ ഒരു വെന്റിലേറ്റർ മാത്രം. ബാത്റൂമില്ല, കുളിക്കാൻ സൗകര്യമില്ല, യാതൊന്നുമില്ല. മലമൂത്ര വിസർജനം ചെയ്യാൻ ഒരു ചട്ടിയോ ഇരുമ്പ് പാത്രമോ വെച്ചിട്ടുണ്ടായിരിക്കും. അതിൽ ചെയ്തോളണം. ആഴ്ചയിൽ ഒരു ദിവസം അത് എടുത്തു കൊണ്ടുപോയാൽ ഭാഗ്യം. അപ്പോൾ അത്രയ്ക്കും കഷ്ടത അനുഭവിച്ച വലിയൊരു ജീവിതം നയിച്ച വ്യക്തി. ആൻഡമാൻ നിക്കോബാർ ജയിലിൽ പോയ കോൺഗ്രസിൻ്റെ ഏതെങ്കിലും ഒരു സമര വീരനായകൻ്റെ പേര് പറയാൻ പറ്റുമോ? ഗാന്ധി ഏത് ജയിലില്ല കിടന്ന്? നെഹ്റു ഏത് ജയിലില്ല കിടന്നത്? AK ഗോപാലൻ ഏത് ജയിലില്ല കിടന്നത്? അവർക്കൊക്കെ നല്ല സുഖ സൗകര്യങ്ങളുള്ള ജയിലായിരുന്നു. നെഹ്റു എഴുതിയ എഴുത്തുകൾ മുഴുവൻ ജയിലിൽ കിടന്നിട്ടാ. അപ്പോൾ അത്രയ്ക്കും സൗകര്യമുള്ള ജയിൽ. അതെന്താ കാരണം? സാഹിബിൻ്റെ ഭാര്യയായിട്ട് അറിയാലോ. ആ പുസ്തകം ഒന്നും ഗൂഗിളിൽ വിളിച്ചാൽ വായിച്ചാൽ കിട്ടും. ഇതൊക്കെ മറച്ചു വെച്ചിട്ട് വീർ സവർക്കർ സ്വാതന്ത്ര്യ സമര സേനാനിയല്ല. യൂത്തന്മാർ കലി പൂണ്ട് ഛർദ്ദിക്കും. BJPക്കാർ ഒരാളുടെ പേര് പറയൂ. സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത ഒരാളുടെ പേര് പറയുന്നു. ഈ ഗാന്ധിയും നെഹ്റുവൊക്കെ എന്നാ സമരത്തിൽ പങ്കെടുത്തത്? സമരം കഴിയാറായ അവസാന കാലഘട്ടത്തിൽ. അതിൻ്റെയൊക്കെ മുന്നേ എത്രയോ പേരെ ഈ സമരത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. അവരൊക്കെ മരിച്ചുപോയി. ഈ സമരം തുടർന്നുകൊണ്ടേയിരുന്നു. വീര സവർക്കർ 1910 ബ്രിട്ടീഷിലുണ്ടായ കലാപത്തിനാ പിടിച്ച് ആൻഡമാൻ നിക്കോബാറിലെ സെല്ലുലാർ ജയിലിൽ കൊടുന്നിട്ടത്. എന്നിട്ട് എന്തുണ്ടായി? അദ്ദേഹം ആ കഷ്ടത കാരണം അത് സ്വാഭാവികമായിട്ട് ആരും ചെയ്യും. എഴുതി ഇനി ഞാൻ ഈ സമരം ചെയ്യില്ല. കാരണം അത്രയും കഷ്ടപ്പെടാണ് ആ റൂം. 3-4 ലെറ്റർ കൊടുത്തപ്പോൾ അവർ പരിഗണിച്ച് 1924 അദ്ദേഹത്തിന് പുറത്തുവിട്ടു. വീട്ടറസ്റ്റിൽ മഹാരാഷ്ട്രയിലെ വീട്ടിലാണ് അദ്ദേഹം പിന്നെ കുറച്ചു കാലം അവിടെ താമസിച്ചു. പിന്നീടാണ് ഫ്രീ ആക്കിയത്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഈ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത വീര പരാക്രമികളായ കോൺഗ്രസിലെ ഏതെങ്കിലും ഒരു നേതാവിൻ്റെ പേര് പറയൂ. ആൻഡമാൻ സെല്ലുലാർ ജയിലിൽ പോയവരുടെ. കമ്മ്യൂണിസ്റ്റുകാരും പറയും. നെഹ്റു അത് ജയിലിലാ കിടന്നത് എല്ലാവർക്കും അറിയാം. ഗാന്ധി അത് ജയിലിലാ കിടന്നത് എല്ലാവർക്കും അറിയാം. AK ഗോപാല എവിടെ കിടന്ന്? കണ്ണൂർ ജയിലിൽ. അപ്പോൾ ഈ അവിടെ കിടന്നതിൽ ഒരാളുടെ പേര് ഭായ് പരമാനന്ദ്. അദ്ദേഹമാണ് ആര്യ സമാജം നേതാവും പ്രമുഖ ആസൂത്രകനും. ത്രൈലോക്യനാഥ് ചക്രവർത്തി മഹാരാജ്, അദ്ദേഹം ഒരു മഹാരാജാണ്. അദ്ദേഹം ഈ സെല്ലുലാർ ജയിലിൽ കിടന്നിട്ടുണ്ട്. അനുശീലൻ സമിതിയുടെയും റിപ്പബ്ലിക്കൻ പ്ലാറ്റ്ഫോമിൻ്റെയും ദീർഘമായ കാല നേതാവായിരുന്നു ഈ ലോക്നാഥ് ചക്രവർത്തി. പളിൻ ബിഹാരി ദാസ് ധാക്ക അനുശീലൻ സമിതിയുടെ സ്ഥാപകൻ. അനന്ത് സിംഗ് ചിറ്റഘോഷ്. ഈ തരത്തിൽ പല പേരുകളും ആൻഡമാനിൽ പോയാൽ അവിടെ എഴുതി വെച്ചത് കാണാം, അല്ലെങ്കിൽ ചരിത്രത്തിൽ നോക്കിയാൽ കാണാം. ഇതിലൊന്നും ഈ പറയുന്ന കോൺഗ്രസിൻ്റെ ഒരു നേതാവുമില്ല, കമ്മ്യൂണിസ്റ്റിൻ്റെ ഒരു നേതാവുമില്ല. സമരം
ആൾമോസ്റ്റ് കഴിയേണ്ട അവസാന കാലഘട്ടങ്ങളിൽ മാത്രം സമരത്തിൽ ചേർന്ന് ഉപ്പു സത്യാഗ്രഹവും മറ്റും ദണ്ഡിയാത്രയൊക്കെ നടത്തി അതിൻ്റെ ക്രെഡിറ്റ് മുഴുവൻ പിടിച്ചടക്കിയിട്ട് ആ ഉപ്പു സത്യാഗ്രഹവും ദണ്ഡിയാത്രയും നടത്തിയ ആളെ ചവിട്ടി താഴ്ത്തിയിട്ട് വേറൊരുത്തര കസേരയിൽ കയറിയിരുന്നു. മുഹമ്മദ് അലി ജിന്ന, നെഹ്റു, ഗാന്ധി ഇവരൊക്കെ UK പോയിട്ടുണ്ട്. എന്തിനറിയോ? അവിടെ പോയി പഠിക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ പഠിക്കാൻ പോയ വീർ സവാർക്കർ അവിടെ പോരാടുകയും ചെയ്തു. ആ സ്വാതന്ത്ര്യ സമര സേനാനി ഇവർക്ക് സമര സേനാനിയെയല്ല, നുണ പറഞ്ഞ് ജനങ്ങളെ പറ്റിച്ച് പ്രത്യേകിച്ച് ഒരു വിഭാഗം ഇതിനെ കയ്യിലെടുത്ത് കൂട്ട വോട്ട് വാങ്ങി അധികാരം മാറി മാറി ഭരിച്ചു. കേരളത്തിൽ മാത്രം കേരളം നശിപ്പിച്ചു. കേരളം കുറച്ച് കോൺക്രീറ്റ് ബില്ലുകൾ ഉണ്ടായിട്ടുണ്ട്, സത്യമാണ്. മറ്റുള്ള സംസ്ഥാനങ്ങളെ വെച്ച് നോക്കുമ്പോൾ എങ്ങനെയാണ് അത് ഉണ്ടായത്? കഷ്ടപ്പെട്ട് കേരളത്തിലെ ജനത രാജ്യം വിട്ടു. ബോംബെ, ചെന്നൈ, ഡൽഹി, ബാംഗ്ലൂരൊക്കെ പോയി. ആ കാലത്ത് മുസ്ലിം രാഷ്ട്രത്തിൽ നിന്ന് അറബികൾ ബോംബെയിൽ വന്ന് ജോലിക്ക് ആളെ കൊണ്ടു. അതിൽ കയറിപ്പോയി. അവിടെ പോയി നേരെയായി അവിടെ കഷ്ടപ്പെട്ട് കുബൂസും മീൻചാറും മുക്കി തിന്ന് കിട്ടുന്ന കാശ് മുഴുവൻ നാട്ടിലയച്ച് കോൺക്രീറ്റ് കെട്ടിടങ്ങളും വീടും മറ്റും പണിതു. അത് മാത്രമുണ്ട്. വയസ്സാം കാലത്ത് അസുഖങ്ങളുമായി തിരിച്ചു വന്നു. ഇവിടെ ഒന്നുമില്ല. മക്കൾക്ക് ജോലി ചെയ്യാൻ ഒരവസ്ഥയുമില്ല. വീണ്ടും അവർ നാട് വിടണം. പഠിപ്പിൻ്റെ പേര് പറഞ്ഞ് എല്ലാ ചെറുപ്പക്കാരും ഈ നാട്ടിൽ നിന്ന് പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പോഴാണ് വീണ്ടും വീർ സവാർക്കറുടെ ചരിത്രം ഛർദ്ദിച്ച് ജനങ്ങളെ പൊട്ടന്മാരാക്കുന്നത്. ഇന്ദിരാഗാന്ധി എന്ന പ്രൈം മിനിസ്റ്റർ വീര സവാർക്കറുടെ ചരിത്രം മനസ്സിലാക്കിയിട്ട് തന്നെ ആണ് ആ കാലഘട്ടത്തിൽ വീർ സവാർക്കറുടെ ചിത്രം വരച്ച സ്റ്റാമ്പ് പോസ്റ്റ് ഓഫീസിൽ ഇറക്കിയത്. ഇതൊന്നും കോൺഗ്രസ്സുകാർ പറയില്ല, കമ്മ്യൂണിസ്റ്റുകാർ പറയില്ല. ആ വീര സവാർക്കർ, അതായത് ഇന്ത്യയിലെ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത, ബ്രിട്ടീഷിൽ പോയി പോരാടിയ ഒരേ ഒരു വ്യക്തി, അദ്ദേഹമാണ് നമ്പർ 1 വീര സ്വാതന്ത്ര്യ സമര സേനാനി എന്നതിന് യാതൊരു സംശയവും വേണ്ട. അതാണ് ആ ചോദ്യം ആ സ്കൂളിൽ വന്നത്, അതിന് ഉത്തരവും വന്നത്. അത് മറച്ചു വെക്കണം, കാരണം വോട്ട് കൊഴിഞ്ഞു പോകുന്ന പേടിയായി. ഇതാണ് ഇന്ന് കേരള രാഷ്ട്രീയം. കൂട്ടമായ വോട്ട് പിടിച്ചേ ജയിക്കാൻ പറ്റൂ. അതിനുള്ള എല്ലാ കള്ളത്തരങ്ങളും പറയും, എല്ലാ കള്ളത്തരങ്ങളും ചെയ്യും. ഈ കോൺഗ്രസിൻ്റെ ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവ് എന്തിനാണ് സുപ്രീം കോടതിയിൽ പോയി മാപ്പ് പറഞ്ഞത്? ഗാന്ധിയെ കൊന്നത് RSS എന്ന എവിടെ പ്രസംഗിച്ചു, കേസ് വന്നു. അല്ലേ, ഇനി ഞാൻ പറയില്ലേ, അങ്ങനെ തെളിവേ ഇല്ല എന്ന് പുള്ളിക്കറിയാം, ഈ പറയുന്ന എല്ലാവർക്കും അറിയാം. സത്യത്തിൽ ഇനി എവിടെയെങ്കിലും ആരെങ്കിലും RSS ആണ് ഇത് ചെയ്തത് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഉത്തരവാദിത്വം ഇവിടുത്തെ BJP നേതൃത്വമാണ് ഏറ്റെടുക്കേണ്ടത്. അല്ലാതെ TG മോഹൻദാസിനെ തഴഞ്ഞ് 3 ദിവസം കഴിഞ്ഞപ്പോൾ നാക്ക് പുറത്തേക്കിട്ടവരെ പോലെ ആകരുത്. ആരെവിടെ പറഞ്ഞാലും ശക്തമായ വീഡിയോ എടുത്ത് കോടതിയിൽ കൊടുക്കണം. നേതൃത്വത്തിന് എന്താണ് വേറെ പണി? നിങ്ങൾക്ക് കോർ കമ്മിറ്റി കൂടി വേറെ പണിയുണ്ടെന്ന് ഇവിടെ ഓരോ ന്യൂസുകൾ കാണുമ്പോൾ ഇവിടുത്തെ ജനം മനസ്സിലാക്കുന്നുണ്ട്. ചിറ്റൂർ പിടിച്ചു, കൊടകരയിൽ പിടിച്ചു, പലയിടത്തും പിടിച്ചു. ഇത് പരസ്പരം ഇരുന്ന് ചർച്ച ചെയ്യുക എന്നല്ലാതെ ഈ പ്രസ്ഥാനത്തിന് വേണ്ടി ഇതുമാരിലുള്ള TGമാരുടെ പ്രശ്നങ്ങൾ വരുമ്പോൾ ആ നിമിഷത്തിൽ നിങ്ങൾ ഇറങ്ങാറുണ്ടോ? ഇപ്പോൾ സകല സ്വതന്ത്രരായ പലരും അഭിപ്രായം പറഞ്ഞപ്പോൾ 3-4 ദിവസം കഴിഞ്ഞ് മോഹൻദാസ് പുറത്തിറങ്ങിയപ്പോൾ മാത്രം പ്രസ്താവനയുമായി വന്നിരിക്കുന്നു. ഇത് തെറ്റാണ്. ഇവിടെ RSSും ഗാന്ധിയുമായി ഇനി ആരെങ്കിലും പ്രസംഗിച്ചാൽ, കൂട്ടിക്കെട്ടിയാൽ ആ വീഡിയോ എടുത്ത് കേസ് കൊടുക്കേണ്ട, കേസ് നടത്തേണ്ട ഉത്തരവാദിത്വം BJP നേതൃത്വമാണ് എന്ന് ഇവിടെയുള്ള BJPക്കാർ ഓർത്തോ. വീര സവാർക്കർ തന്നെയാണ് ഈ നാട്ടിലെ ബ്രിട്ടീഷിൽ പോയി പടപൊരുതിയ, ജയിലിൽ പോയ, ആൻഡമാനിൽ പോയി ജയിലിൽ പോയി കിടന്ന ഒരേ ഒരു നേതാവ്. അത് ഇവർക്ക് ചിലപ്പോൾ സ്വാതന്ത്ര്യ സമര സേനാനി ആവില്ല. കാരണം നുണ മാത്രം പ്രസംഗിച്ച് നടക്കുന്നവരും ഇവിടുത്തെ പാവപ്പെട്ട ജനങ്ങളെ പറ്റിച്ച് വോട്ട് പിടിച്ച് അധികാരം മാറി മാറി കയ്യാളി നടക്കുന്നവർക്കും ഇനിയും കൂടുതൽ നുണ പറയേണ്ടി വരും.
അത് തിരുത്തുന്ന ഉത്തരവാദിത്വം ഇവിടുത്തെ BJP നേതൃത്വത്തിനുണ്ട് എന്ന് ഞാൻ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു.